അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. റൺ ഓഫ് കച്ചിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. ഇപ്പോൾ ഒരു കുട്ടി വ്ളോഗ്, അതാ കുട്ടി വ്ളോഗ്. അപ്പം ഞാനുണ്ട്, ലാലങ്കിളുണ്ട്, യദുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ക്യാമറമാൻ ഇന്ന് യദുവായിരിക്കും. യദുവിൻ്റെ സഞ്ചി ബാണ്ടക്കെട്ടിൻ്റെ അകത്ത് അരവണ ശർക്കര കാണിക്കണം. ഇത് കഞ്ചാവിൻ്റെ ഓടം ഉണ്ട്. ഇതിൽ കഞ്ചാവില്ല, പക്ഷെ അതെല്ലാം ഉണ്ട്. നമ്മളപ്പോൾ എടുത്തേക്കുന്ന വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ്. നമ്മൾ 7 പേരുണ്ട്, 7 പേരും ഡ്രൈവറും. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെ കിടക്കുന്നത്. പുള്ളിക്ക് നമ്മുടെ സ്ഥലം അറിയത്തില്ല, നമ്മുടെ റൂമുള്ള സ്ഥലം അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ വണ്ടി നമ്മൾ പറഞ്ഞ സ്ഥലത്തില്ല, വണ്ടി വേറൊരു സ്ഥലത്ത്, നമ്മൾ വേറൊരു സ്ഥലത്ത്. ഇന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് 15-12 ഉള്ളു. ഉണ്ട്. ഇവരൊക്കെ രണ്ട് ഒരു ടീഷർട്ടും ഒരു ജാക്കറ്റും. ഞാൻ അത്യാവശ്യം കട്ടിയുള്ള ഒരു ഷർട്ട്. വേറെ ഒരുത്തരുണ്ട്, അവനെ കാണിച്ചു. തണുപ്പൊന്നും ഒന്നുമല്ല. പണ്ട് ഡെറാഡൂണില് എനിമികളോട് അവിടുന്ന് പടവെട്ടി കയറി വന്നത്. ഓ അത്ത ഏതാ ഹാഫ് കൈ ഇട്ടെന്റെ എടി, ഹാഫ് കൈ ഇട്ടെന്റെ രഹസ്യം പറ. ബോഡി ബാക്കി പറയ്. ഗായ്സ് നമ്മുടെ വണ്ടി വന്നു. ഗായ്സ് ഇതാണെന്ന് ഗായ്സ് നമ്മുടെ വണ്ടി. Hey Mega, say hi. Hey Surya, say hi. അത് നമ്മുടെ ഡ്രൈവർ അങ്കിൾ. ഗൈസ് എല്ലാം ഹിന്ദിക്കാരാണ്. ഡ്രൈവർ അങ്കിളൊക്കെ ഹിന്ദിയാണ്. എന്താകുമോ എന്തോ പാട്ടൊക്കെ ഇനി ഏത് പാട്ടിടുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ റിസൈൻ ചെയ്ത് എല്ലാവരും നോട്ടീസ് പീരീഡില്ല, ലാസ്റ്റ് ട്രിപ്പാണ്. സോ റിസൈൻ ചെയ്തിട്ട് നോട്ടീസ് പീരീഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രിപ്പ് മാക്സിമം എൻജോയ് ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. എന്താണെന്ന് നമ്മൾ ബാക്കി പറയാം. നാളെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് യദുനാഥ്, നമ്മുടെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ. മേഘ, വിഘ്നേഷ്, സൂര്യ. ഇത് സൂര്യ ബാക്ക് സീറ്റിൽ ഉറങ്ങാൻ ഇപ്പോഴേ. ഓക്കെ, അതെ. ഇങ്ങനത്തെ വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്ത ആൾക്കാരെത്തി. ജോർജ് ഗുഡി ആൻഡ് ശിവാനി. ഗൈസ് നമ്മുടെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ആൾക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ മാറി കൊടുക്കണം, പിറകിലോട്ട് ആളെ കയറണം. പെട്ടെന്ന് കച്ച് കേറ്. കംഫർട്ടബിൾ അല്ലേ അവിടെ? കാല് തട്ടുന്നുണ്ടാ? ജോർജ് കുട്ടി നീയാ ഓക്കെ അല്ലേ? ഇനി ഡ്രൈവർ അങ്കിൾ ഒരു മ്യൂസിക് ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകായിരുന്നു. ഇതാണ് സ്പൽബർ. ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവില്ല. പിന്നെ അങ്ങനെ നമ്മൾ മാപ്പിട്ട് യാത്ര ആരംഭിച്ചു. ഗൈസ് ഇത് ഞാൻ ഇപ്പോഴാ കണ്ടേ. നമ്മുടെ കിലുക്കത്തിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻട്രോ ഉണ്ടല്ലോ, അവൻ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാന്ന് പറഞ്ഞു? ഗൈസ് हमारा ഫ്രണ്ട്സ് खाने के लिए इधर है. നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി ഗൈസ്. കാശൊന്നും നോക്കിയില്ല, കുറച്ച് ലക്ഷറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നിടത്തെല്ലാം പറ്റുന്ന പോലെ രാവിലെ കയറിയ ഹോട്ടലിൽ ഫുഡില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. രാവിലത്തെ ഫുഡ് നല്ല രീതിയിൽ നമ്മൾ
ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഫുഡിന് നീ പറഞ്ഞാണോ അതാണ് മുഖമൊക്കെ ഇങ്ങനെ. മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ്. ഇവിടെ വണ്ടി നമ്പര് പാസ് എടുക്കാൻ വേണ്ടി വണ്ടി നമ്പര് പറയാൻ പറഞ്ഞു. ഹിന്ദിക്കാർക്ക് പോലും ഹിന്ദി അറിയത്തില്ല. മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ്. 4839. നമുക്ക് പറഞ്ഞു എന്താ സ്മൃതിവൻ ഉറപ്പിക്കാവോ? ഗൈസ് ഇതിൽ 1000 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. സോറി അതല്ല കേട്ടോ, ക്യാമറ കുറച്ച് തിരിഞ്ഞു കേട്ടോ. ഇതേണ്ട ഇവിടെ ഇതിന്റെ ഏറ്റവും മേലെ 1000 സ്റ്റെപ്പ് കയറി നമ്മൾ ഇതിന്റെ മേലെ കയറുമ്പോഴത്തേക്കും അവിടെ എർത്ത് കോക്ക് വന്നെന്നും പറഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു എന്റെ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചേ. പക്ഷേ ഗൈസ് ഇവരൊക്കെ ക്വാക്കിന്റെ ആൾക്കാരാ, ഞാൻ കോക്കിന്റെ ആൾക്കാരാ. നമ്മളവിടുത്തെ കഴിച്ച് അങ്ങനെ മതി. അയ്യോടാ അത് ഞാൻ കിട്ടിയില്ലാന്നൊരു വീഡിയോ എടുത്ത്. ഗൈസ് നമ്മൾ രണ്ടാമത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ മറ്റേ കടയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയപ്പോ. ഇവിടെ സൂപ്പർ നല്ല വട, പരിപ്പ് വടയുണ്ട്. ഇതെല്ലാം സൗത്ത് ഉപ്മാ. നല്ല എസ്തെറ്റിക് വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റ്. സംഭവം ആന്ധ്രാക്കാരുടെയാ ഫുള്ള്. അവിടുത്തെ റെഡിയാ. അത് കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ മെനു. വട, സാമ്പാർ, ദാൽ വട കുറേ ഉണ്ട് ഗൈസ്, ഒരുപാട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ചട്നി. ഞാൻ ആദ്യം പായസമാണെന്നാണ് വിചാരിച്ചത്. ഇതാണ്ട് ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ. അടുത്തത് ദോശ. ദോശ കാണിച്ചേ. അതെന്താ എന്നാ ഒരു ദോശയാന്ന്. ഇവിടുത്തെ ഏറ്റവും ഇവരുടെ പാത്രമാണ് കണ്ടാ, ഇഡലി സാമ്പാറൊക്കെ തന്ന പാത്രം. ഗൈസ് നമ്മളെല്ലാരും മലയാളികളാണ്, മേഘ മാത്രം. മേഘ തും പ്ലേസ് കിധർ ഹൈ? കിധർ? यूपी ആഗ്ര താജ്മഹൽ കെ സാമനെ. ഇവര് വീടിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താജ്മഹലാണ് കാണുന്നത്. അത്രയ്ക്ക് അടുത്താന്നാ പറയുന്നത്. ഞാൻ തന്നെ പറഞ്ഞു. ആ കടയിൽ കോഫി ഇല്ല എന്ന് പറഞ്ഞു ഗൈസ്. അവര് കോഫി ഒന്നുമില്ല, സാധാ വെള്ളം മാത്രമേ. പക്ഷേ ഫുഡെല്ലാം ഉണ്ട്, ഫുഡൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം സൗത്ത് ഇന്ത്യൻ ഫുഡാണ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ ഫുഡ് കോഫി കഴിക്കാം. ഗുജറാത്തിലാണെങ്കിലും സംഭവം ഏകദേശം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. കൊള്ളാം, പരിപാടി കൊള്ളാം. ഫുഡിലെ സെറ്റപ്പൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കോഫി വന്നു. കോഫി കുടിച്ചിട്ടാവും ബാക്കി, എന്നാലും അങ്ങോട്ട് എനർജി എടുത്തോളൂ. രാവിലത്തെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോവാം. ഇവിടെ സമയമില്ല, ഇങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ പെരുവെയില. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ക്യൂട്ട്നെസ് മെഴുകുന്ന ഒരു കൊച്ചു ചായ കുടിച്ചേ. ഈ കൊച്ചിന് OCB ഉണ്ട്. അല്ല, ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂമില് സൂര്യ കൊണ്ടുപോയി. ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എന്താ റിവ്യൂ എങ്ങനെയാ ഗൈസ്?
ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എടാ നിന്റെയോ? മേഘ ഫുഡ് കൈസാ? വന്നു ഗായ്സ്, വന്നു. നമ്മുടെ ടീമിലെ റിച്ച് ടീം, ഈ റിച്ച് ലുക്കിൽ നിൽക്കുന്ന സൂര്യ. അല്ലല്ല, ഓരോരുത്തരും ഓരോന്നല്ലേ കഴിച്ചേ, കോമൺ സ്പ്ലിറ്റ് അല്ലല്ലോ. കൊള്ളാം. ഇവനിവിടെ ജോലിക്ക് ഇരുത്താം, എല്ലാം ഉണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഗുജറാത്ത്. ഹേ ഹമാരാ ഗുജറാത്ത്. ബ്രദർ വെളുക്കും നിന്റെ കുടുംബം വെളുക്കും. ഇത് മറ്റേ അതോടെ അത് തന്നില്ല, ഞാൻ അതാണ് ചോദിച്ചത്. അതിലിടില്ല. AC കാറ്, എല്ലാ വിൻഡോയും ക്ലോസ്. എടാ അത് ഞാൻ നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചില്ല. അല്ല സൂര്യ തെറ്റിന്റെ ഭാഗത്ത. കണ്ണടക്കി പിന്നെ അടിക്കടിക്ക്. എല്ലാവർക്കും ഉണ്ട്. അടിക്കടാ. നീ അടിക്കേ. അപ്പൊ ഇതുണ്ടോ? ഇതാണ് റോസ് മേരി വാട്ടർ. മേരി ഇല്ല, റോസ് മാത്രമേ ഉള്ളൂ സംഭവം. പക്ഷെ നല്ല ഇതാണ്. നമ്മള് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് ആവും. പിന്നെ എന്തൊക്കെയാവും സൂര്യ? ട്രിപ്പ് തുടങ്ങി 1 മണിക്കൂർ പോലും ആയില്ല, ഇപ്പൊ 2 ലിപ് ബാമായി, 1 സൺസ്ക്രീമായി. അത് ഞാൻ ചോദിച്ചോ? എന്നാലും സംഭവം കൊള്ളാം കേട്ടോ. മുഖമെല്ലാം മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നീറിയാനെ. ഹേ അത് ലിപ് ബാം ആയിരുന്നു. ഹേ ഗൈസ്, ഇവനാണ് നമ്മുടെ ഹീറോ. കൂട്ടത്തിലെ കൊമ്പൻ. എത്ര വലിച്ചാലും ചുണ്ട് കിടക്കത്തില്ല. പിന്നെ ഇവന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ കൊറിയ ഗൈസ്. ഇനി മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും കുറി തൊട്ടേ കുളിക്കാൻ വേണം. സോപ്പൊക്കെ ഉണ്ട്. എടാ ഒരു സെഞ്ചിരിക്കുന്ന ബ്യൂട്ടി പാർലറും മറ്റേ സാധനം. അപ്പൊ മറ്റേ കട ഇതല്ല, ഇത് ബ്യൂട്ടി പാർലർ, സൂപ്പർ മാർക്കറ്റ്. സോറി സൂര്യമ്മ ഗൈസ്. നമ്മൾ ആദ്യം ഏതാ? ഇതോ ഇതേതാ? ഇതിന്റെ പേരെന്താ? ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടണം. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. ഇപ്പം തന്നെ യദുവിന്റെ മുഖമൊക്കെ വെട്ടിത്തിളങ്ങുന്നു. ദൈവത്തിന്റെ ഒരു ഗ്ലോ ഉണ്ട് അല്ലേ? അയ്യോ വേണ്ടേ അടക്കൊമ്മാലെ. ഇത് പിടിച്ച 0.5 അല്ലേ അടക്കുന്നത്? ആദ്യത്തെ ഇതൊന്നും എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നമ്മുടെ റൂമിലാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മൾ റൂമിലെ സാധനമാണെന്ന്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആദ്യം ഇത് ഇടണം ഗൈസ്. നമ്മളൊരു ഔട്ട്ഡോർ ട്രിപ്പാണ് പോകുന്നത്. ഇവിടെ കിട്ടുന്നില്ലല്ലോ. പിന്നെ നമ്മളാദ്യം ട്രക്കിങ് അല്ലല്ലോ. ഇവിടെ നമ്മുടെ സംഭവം എന്താ? ചാവട. നമ്മുടെ റോഡ് ടു ഹെവൻ ആണ്. അപ്പം ഹെവൻ എന്ന് പേരേ ഉള്ളൂ, പക്ഷെ ഹെല്ല് പോലെ അത്രയ്ക്ക് ചൂടായിരിക്കും, കാരണം ഗുജറാത്താണ്. അപ്പൊ ആദ്യം നമ്മള് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ മോയ്സ്ചറൈസർ ഇടണം. മോയ്സ്ചർ ഇട്ടു ഗൈസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം എടുക്കും ഗൈസ്. അടുത്തത്
പേരുണ്ടില്ല പച്ചവെള്ളോ വെള്ളം വെള്ളം ഗൈസ് ഇത് റണ്ണിയാണ്. പുള്ളിയുടെ പേരെങ്ങനെയാണ്? ഇത് ഇഫ് യു നോ യു നോ ബ്രദർ. എടാ ഇത് അടയുന്നില്ല. ഇത് സെക്കൻഡ് കോട്ടിങ്. നമ്മൾ ആദ്യം വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുമ്പോൾ പുട്ടി അടിച്ചിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് സെക്കൻഡ് കോട്ടിങ് കൊടുക്കുന്ന പോലെ നമ്മൾ അടുത്ത പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെളുത്തോ നേരം വെളുത്തുന്ന വിഘ്നേഷിന്റെ ഒരു തഗ് ഉണ്ടായിരുന്നു. നമ്മളത് എടുക്കുന്നുണ്ട്. അത് നമ്മൾ നൈസായിട്ട് സ്കിപ്പ് അടിക്കുന്നു. അപ്പോൾ കഴിഞ്ഞു. ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും ഉണ്ടോ സുര? ഇനിയൊന്നുമില്ല. ലിപ്സ്റ്റിക് വേണം, ഐലൈനർ, മസ്കാര. സോറി ഗൈസ്. ഗൈസ് ഈ പാട്ട് നിങ്ങൾക്ക് അറിയോ? ഈ പാട്ട് എനിക്ക് അറിയത്തില്ല. ഈ എടാ മസ്കാര ഇട്ടാലോ? എന്നാ മസ്കാര എടുക്കും. ഈ ഇവിടെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് കണ്ടോ ഗൈസ്? എല്ലാം ഫേക്ക് ഫ്രണ്ട്സ് ആണ്. എല്ലാം പൈസ ദുഡുക്കും. എല്ലാരും ദുഡുക്കും കാശുക്കും മറ്റും താഴെ കൂടെ. എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല ഗൈസ്. ആണ് ഇവിടത്തെ ഗൈസ്. ഇതായിരുന്നു മറ്റേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം ഗൈസ്. ഇതിനെയാണ് ഫുള്ള് കറുപ്പടിച്ച് അന്യന്റെ ഷൂട്ടിൽ കയറ്റിയത്. നമ്മൾ പോണ വഴിക്ക് ഒരു സംഭവം പാത്തെടുക്കുക. ഏതാ വണ്ടി? ഇടിച്ച് തെറിച്ച് അങ്ങ് പോയല്ലോ. അല്ല അപ്പൊ ഇത് ഏത് വണ്ടിയിലാ ഇടിച്ചേ? ഇതിന്റെ ഫ്രണ്ടിൽ ഡാർക്ക് തന്നെ. നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഓട്ടോയിലൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ബാക്കില്, ഫ്രണ്ടില്, സൈഡില്. നിങ്ങൾക്ക് നിങ്ങളെന്താ പറയാ? നമ്മള് ഈത്തപ്പഴം. നിങ്ങള് പൈനാപ്പിളിന് എന്താ പറയാ? നമ്മള് പൂർത്തി ചക്ക. ആന്ന് അതെന്താ? പപ്പായ. നമ്മള് കപ്പയ്ക്ക. നമ്മള് കപ്പയ്ക്ക. എടാ കൈപ്പയ്ക്ക എന്ന് വെച്ചാ ബിറ്റർ കാർഡ്. അത് ഞങ്ങള് പാവയ്ക്ക. നമ്മള് പാവയ്ക്ക. मेगा वाटरमेलन को हिंदी पे क्या बोल रहा है? वाटरमेलन तरबूजा. पाइनएप्पल को पाइनएप्पल क्या है? अनन्नास. ഇത് സ്ലീപ്പി കുട്ടൻ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ കാണും ഒരു ക്യാരി ബാഗ് നിറച്ച് ഫുഡായിട്ട് വരുന്ന ഒരു ഫ്രണ്ടും ഒരു ക്യാരി ബാഗ് നിറച്ച് ഫാൻസി സ്റ്റോറായിട്ട് വരുന്ന ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. നമ്മള് തമിഴ്നാട്ടിലൊരു വണ്ടി ഗൈസ്. വേണ്ട ഒരു റൈഡർ. ഇനി ആ ബാത്റൂം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമുണ്ട്.
എടാ വാ നമുക്ക് അവിടുന്ന് ഒരു ഇത് ഗൈസ് ഇവിടെ മത്സരം മൂത്തൊഴിക്കലാണ്. 1, 2, 3, 4. എടാ നിനക്ക് വേണ്ടേ? പോയിട്ട് വാ. ഓ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? പോ. நம்ம கேரளா எங்க போறீங்க? நாமளும் அங்கதான். അവിടുന്ന് ചെന്നൈ നീങ്ക വന്നിട്ടിയാ? ഇതുണ്ട് ഗൈസ്, കുറേ ഉണ്ട്. ഗൈസ് നമ്മുടെ we are different. We are working here. Gujarat. Na here Gandhidham. இதுக்கு மைலேஜ் எவ்வளோ கிடைக்கும்? എന്നാലും 20. இதோட ஓன் ரோட் ப்ரைஸ் எவ்வளோ வரும்? 12 lakhs. ठीक है. ശിവാനി, നോർത്ത് ഇന്ത്യൻ ടോയ്ലറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വൃത്തിയുണ്ടോ? നല്ല കണ്ടന്റ് ഉണ്ട് ഉള്ളില്. എടാ കണ്ടന്റ് ഞാനെങ്ങനെ ലേഡീസ് ടോയ്ലറ്റിൽ കയറി കണ്ടന്റ് എടുക്കുക? പോവാം വന്ന് കണ്ടോ, ഓരോ സ്റ്റോപ്പിലും സൂര്യ ഓരോ കോസ്റ്റ്യൂമിലാണ് വരുന്നത്. ആദ്യം റെഡ്, പിന്നെ ബ്ലാക്ക്. ബ്ലോക്കായി എങ്ങനെ? ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും. രണ്ട് വണ്ടികൾ തൊട്ട് ഉമ്മ വെച്ചു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് റീച്ച് എത്തി. ഇതേതാ? റോട്ട് ഗൈസ് ഫൈനലി. ഓ നോക്കൂ ഗൈസ്, എന്തൊരു വലുതാണ്. അയ്യോ, ഓ മൈ ഗാഡ്, വക്കാല വോളി. तुम लोग चलो, मैं क्या करूं? ഈ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷൂട്ട്, വീഡിയോ സംഭവമാണ്. എല്ലാവർക്കും ഓരോരുത്തർ വെച്ചോണ്ട് ഗൈസ് ഫോട്ടോ എടുക്കാൻ. ഇത് ഒരു ജോഡി, ഇത് ഇന്നൊരു ജോഡി, ഇത് എന്നൊരു ജോഡി. നാ മട്ട് സിംഗിൾ സിംഗിൾ പസംഗ. നോക്കൂ പൈസ കൊടുത്ത് കണ്ണട മേടിച്ചിട്ട് വൃത്തിയില്ലെന്നോ? ഇത് വളരെ ഡേഞ്ചറാണ്. ആരും കൊച്ചു കുട്ടികളൊന്നും അനുകരിക്കരുത്. ഇവിടെ വലിയ കുട്ടികൾ മാത്രമേ അനുകരിക്കുന്നുള്ളൂ. അതെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ റിസ്ക് എടുക്കുന്നത്. റിസ്ക് എടുക്കുന്നതല്ല, എനിക്ക് റിസ്ക് സാപ്പിടുന്ന മാതിരി. അവളോ സിമ്പിൾ. ഓക്കെ, അത് വേറെ റിസ്ക്, ഇത് വേറെ റിസ്ക്. ഓ ഗായ്സ്, കൊള്ളാം. നമ്മളൊരു തെറ്റ് ചെയ്തു.
നമ്മൾ വന്നപ്പോൾ ചൂണ്ടയും ഇരയൊക്കെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലഞ്ച് നമുക്ക് ഇവിടുന്ന് മീനെ പിടിച്ച് കടയിൽ നിന്ന് ഒരു പൊറോട്ടയും മേടിച്ചാൽ അത് ജെമിനി കയറ്റിയാൽ മതി കാറ്. അതെന്ത്? ഓ നേരെ തിരിഞ്ഞതാ. എല്ലാവർക്കും എല്ലാരും ഉണ്ട്. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ലുക്കുകൾ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി. ലെൻസ് എല്ലാം മാറ്റുമല്ലേ? നീ എന്താ മാറ്റുന്നത്? ഗൈസ്, ട്രിപ്പ് പോകുന്നവർക്ക് ഞാൻ തരാൻ പറ്റിയ ഒരു ടിപ്പുണ്ട്. മാക്സിമം ബോയ്സ് ആണെങ്കിൽ ബോയ്സ് മാത്രമായിട്ട് പോകാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കാനും കാറിൻ്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അങ്ങനെ ക്രീം, ഇതെല്ലാം ഇട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും. പിന്നെ നമുക്ക് പോവേണ്ട സ്ഥലം, നമ്മൾ റോഡിൽ നടുക്കൂടെ നടക്കുന്നത്, നമുക്ക് പോവേണ്ട സ്ഥലങ്ങളുടെ എണ്ണം കുറയും, അവിടെ ഇറങ്ങാനുള്ള സമയം കിട്ടത്തില്ല. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മാക്സിമം നമ്മൾ ബോയ്സ് മാത്രമായിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ അത്രയ്ക്ക് ക്ഷമയുടെ നെല്ലിപ്പലക കാണേണ്ടി വരും കേട്ടോ. അതൊന്നും അല്ല ഗൈസ്, ചാനലാണിത് എന്ന് എനിക്കില്ല ഗൈസ്. ഞാൻ അപരാധം പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അതിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നോണയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെതായ ഒരു വശമാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യാം. നിന്റേതായ വശം നീയായിട്ട് ഉണ്ടാക്കിയ ഒരു സൈഡ്. നോ നോ സുര, നോ. തെറ്റ് നിന്റെ ഭാഗത്താ സുര. സൂര്യ, തെറ്റ് നിന്റെ ഭാഗത്താ. ഗൈസ്, വെല്ലുവിളികളെ നിസ്സാരമായി തരണം ചെയ്തുകൊണ്ട് ഈ കടലും പുഴയൊന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതോ അടി. ഗൈസ്, നമ്മളടുത്ത ഫുഡ് കഴിക്കാൻ ഇവിടാണ് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് ഹോട്ടൽ റോഡ് ടു ഹെവൻ റിസോർട്ട് ഓണസ്റ്റ്. ഈ ഹോട്ടലിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ ഫുഡിന് ഇങ്ങനെയുണ്ട്, ഫുഡിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് പറയാം. ഓക്കെ ഗൈസ്, ഇവിടെ കിടിലം വ്യൂ ആണ് ഗൈസ്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ബാക്കിലെ വ്യൂ ഉണ്ടോ? ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തന്നെ സംഭവം ഇറുക്ക് ഗൈസ്, ഇറുക്ക്. എന്താ സെൽഫ് സർവീസാ? അല്ല, പക്ഷെ ഇവിടെ ഓർഡർ ചെയ്യണം. സംഭവം കിടിലമാണ് ഗൈസ്. നല്ല കിടില ആംബിയൻസാ. നല്ല പഴയ ഹിന്ദി പാട്ട്, പിന്നെ സീറ്റിങ്ങും. സേ ഹായ്. हेलो गाइस. हाँ, अब कहाँ के हो? मैं साउथ पे केरला से. तुम लोग किधर से है? काठमांडू. हाँ, ताजमहल. हाँ हाँ हाँ. नाम क्या है? सौराब. सौराब. तुम्हारा? लिजाद. ഇതാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്സ്. യെസ്, ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയതാ. ഞാൻ വ്ളോഗറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അതെ, ഞാൻ വ്ളോഗറാണ്. കുറച്ച് പുതിയ 3 മില്യൺ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട്. കാരണന്മാർക്ക് ഫോണൊന്നുമില്ലല്ലോ. ഗൈസ്, നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ആത്മാർത്ഥത ഉള്ളത് ഈ കൊച്ചിനാണ്. അവിടെ ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. ഓ പല സീറ്റ് ക്ലീൻ കർദോ ഭായ്. എന്താ നിനക്കെന്താ? എനിക്കറിയില്ല എന്താ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. 350 രൂപ. ഓക്കെ, അവിടെ ബൊഫേ അല്ലേ ഗൈസ്? ഇവിടുത്തെ പുതിയൊരു സംഭവം ഉണ്ട്, ബൊഫേ സംഭവം. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം നമ്മൾ എടുക്കണം. ഇത് റൈസ്,
ദാല്, ജിലേബി, ചട്നി ഇതെന്തോ സാധനം, പിന്നെ ഇത് സബ്ജി, ഇതെന്തോ ആലു, ഇത് കഴിഞ്ഞ് പിന്നെ പനീർ, പിന്നെ ഇതൊക്കെ ബാക്കി സലാഡ് കാര്യങ്ങൾ, നാരങ്ങ, റൊട്ടി, ഒരുപാടുണ്ട്. ഒരു ബൊഫെ ഒരെണ്ണം വരുന്നത് 350 രൂപയാണ്. 350 രൂപ ഒരു ബൊഫെ. അങ്ങനെ അപ്പോൾ ഗൈസ് അവരൊക്കെ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ ഡയറ്റില്ല. അത് ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കറി മേടിച്ച് കഴിഞ്ഞാൽ കറിയുടെ 3/4 ഭാഗം നമുക്ക് എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ കടുകെണ്ണയും പാം ഓയിലും. ഇവിടെ എന്ത് ഫുഡ് മേടിച്ചാലും ആ ഓയിലാണ്. പിന്നെ അതിൻ്റെ മേലോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പൊടി. എന്ത് പൊടിയൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളൊരു കറി, പച്ച കളറിലൊരു കറി മേടിച്ച് കഴിഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ആ കളറ് ഐഫോണ് നമ്മുടെ ഫാൻസ്. അപ്പോൾ 2 ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ ആ കളറ് കാണും. എങ്ങനെ തുണി കഴുകുമ്പോൾ പോലും പോവില്ല, അത്രയ്ക്ക് കളറാണ്. സോ ഞാൻ മാക്സിമം പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡെല്ലാം അവോയ്ഡ് ചെയ്ത് ഫ്രൂട്ട്സോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മാക്സിമം 1 ഡേ 2 ഡേ ഒക്കെ ആയിരിക്കും ട്രിപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഞാൻ ചെറുതായിട്ട് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ വന്നതിൻ്റെ കാര്യം, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പുറത്തിറങ്ങി. അത് അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ അവർ ഫുഡ് കഴിക്കുന്നത്. ഞാനപ്പം ഇവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. സംഭവങ്ങൾ നൈസാണ്. നമ്മൾ പണ്ട് +2 ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട് യങ് സീകൾ. പുള്ളിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. യങ് സീകളിലും വലിയ സീകളിലും എല്ലാവരും ഉണ്ട്. ഗൈസ് ഞാൻ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി ഗൈസ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുമ്പിലോട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് പൊതഞ്ഞു പോയി വെള്ളം. ഇതിങ്ങനെ കിടക്കുന്നെങ്കിലും നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താന്നു പോവുക ഗൈസ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. അവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ നടക്കുന്നില്ല ഗൈസ്. അതാണ്ട് യങ് സീകളൊക്കെ ഉണ്ടല്ലോ. നല്ലൊരു സ്പോട്ടായിരുന്നു അത്. അവിടെ പോയായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്ലോസ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമായിരുന്നു. ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. കുറച്ചിറങ്ങുമ്പോൾ തന്നെ പൊതഞ്ഞു പോവുക. ഇവിടുന്ന് ഇറങ്ങി അവിടെ പുതിയെന്ന് പിന്നെ ഇങ്ങോട്ട് വരണം. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇറങ്ങിയതാണ് ഈ കിടക്കുന്നത്. ഇതല്ല ഞാൻ പൊതഞ്ഞു പോയ സ്ഥലം. ഇവിടെ ഇറങ്ങിയതേ താന്നു പോയി. അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. Oh my god. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ വീഡിയോ എടുക്കേണ്ടത്. ഫസ്റ്റ് ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ ഒരു ഇതോ എടുത്തിട്ട് നമ്മൾ ആദ്യം ഫ്രെയിം സെറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കണം. അതായത് നമ്മുടെ സ്ക്രീനിലെ ഗ്രിഡ് ലൈൻ ഓൺ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ സ്ക്വയർ വരുന്നത് ഏതെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും നോക്കി വെച്ചിട്ട് എക്സാക്ട്ലി നമ്മൾ ആ പോയിന്റിൽ പോയി നിൽക്കണം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേണ്ട ഇതാണ് സെൻറ്ററായിട്ട് വരുന്നത്, ഈ കല്ല്. അപ്പോൾ ആദ്യം ഞാൻ ഗ്രിഡ് ലൈൻ ഓൺ ആക്കി അതാക്കിയിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് ഒറ്റയ്ക്ക് നമുക്ക് കഴപ്പ് കാണിക്കാം, ചാപ്രി വീഡിയോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് യുവർ വിഷ്. സോ ഇത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കുറേ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അന്നൊന്നും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോണില്ലായിരുന്നു എടുക്കാൻ. ഫോണും ട്രൈപോഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഐഫോണുണ്ട്, ട്രൈപോഡുണ്ട്, പൈസയുണ്ട്. അത്യാവശ്യം പൈസ ഉണ്ട്. പൈസ ഉണ്ടെന്ന് വെച്ചാൽ കുറേ പൈസ ഇല്ല. EMI ലോണും എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ആവും. നമ്മൾ ആ പൈസയ്ക്ക് പറ്റുന്ന ലോ ബഡ്ജറ്റ് ട്രിപ്പൊക്കെ പോകണം. ലൈഫൊന്നല്ലേ ഉള്ളു ഗൈസ്. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് കിളിയുടെ കേസാണ്. നമ്മൾ +2 പഠിച്ച യങ് സീകൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും നോക്കിയിട്ട് വരാം. ചോട്ടാ ടീംസുകളാണ്.
എനിക്ക് ഇത്രയുള്ളെങ്കിലും കയ്യിലിരിപ്പ് ഭയങ്കര സംഭവമാണ്. ഉണ്ടോ? ഹായ് ഗായ്സ്. हाँ आईफोन है ना? किधर जा रहा है? रास्ते पे ये वाला ठीक है. ये छोटा वाला यार, ये 15+ है. 15+ अभी 80,000 और 90,000 है. ठीक है, मैं ये वीडियो लेने के आ गया तो तुम लोग जाओ. बाय ബൈ ഗൈസ്. ഈ കിടക്കുക ഗൈസ്, ഈ കറുത്ത കളറിൽ കാണുന്ന എല്ലാം മീനാണ്. ഇഷ്ടംപോലെ ഉണ്ട്. ഒരു കറിക്കുള്ളതുണ്ട് ഗൈസ്. നമ്മൾ വന്നത് മെയിനായിട്ട് ഈ സാധനങ്ങൾ എടുക്കാനായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ട്, ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് വെള്ളമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് ഈ സൈഡ്, ഓക്കെ, ഈ സൈഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡാണ് ഡ്രൈ. ഫുള്ള് വണ്ടിയാണല്ലോ, പിന്നെ റോഡ്, അപ്പോൾ വണ്ടി ഓക്കെ. അവരുടെയൊക്കെ വിചാരം ഞാൻ പ്രോ യൂട്യൂബറാണ്, എനിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ്, എനിക്കെന്തേ അറിയൂ, ഞാനിപ്പോഴേ തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പുറ സൈഡ് കണ്ടോ, വറ്റി വരണ്ട് ഫുള്ള് ടാസ്ക്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. സംഭവം കുറേ ഉണ്ട് ഗൈസ്. സംഭവം ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല ഗൈസ്, എനിക്ക് പേടിയാണ് സോഫ്റ്റ്വെയർ പോകുന്നു. പക്ഷെ അപ്ഡേറ്റും കൂടെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ നൈസായിട്ട് നമുക്ക് സിനിമാറ്റിക്കിൽ വീഡിയോസ് എടുക്കാം. ഇതിപ്പം ക്യാമറ ക്വാളിറ്റിയൊക്കെ പോയി. എടുത്ത സമയത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ, അത്യാവശ്യം പറ്റുന്നുണ്ടല്ലോ. ആൻഡ്രോയിഡ് നമ്മൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് ഭയങ്കര റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ എങ്ങനെ അത് ചിലവർക്കെങ്കിലും മനസ്സിലാവും ഗൈസ്. നമ്മൾ കുറേ നാൾ ഇത് ആൻഡ്രോയിഡ് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് എൻ്റെ +2 ഫസ്റ്റ് ഫോൺ എനിക്ക് കിട്ടും, അതൊരു ആൻഡ്രോയിഡ് ആയിരുന്നു, അൽക്കാറ്റൽ എന്ന് പറയുന്നവരാണ്. അത് കഴിഞ്ഞ് അതെടുത്ത്, അതാണെങ്കിൽ ആകെ 1 GB റാം, 8 GB ഇൻറ്റേർണൽ അത്രയൊക്കെ ഉള്ളായിരുന്നു, അതിനകത്ത് കൂടിയില്ലായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മൾ അതുകൊണ്ട് നടന്ന് കോളേജിൽ കയറി. അപ്പോഴും എനിക്കതായിരുന്നു. ഇപ്പോഴെല്ലാം എനിക്ക് വീഡിയോഗ്രാഫിയൊക്കെ ഭയങ്കര താല്പര്യം. അറിയത്തില്ല, എന്നാലും നമ്മൾ വീഡിയോഗ്രാഫി മറ്റുള്ളവരൊക്കെ ഐഫോൺ എടുക്കുന്ന കാണുമ്പോൾ എനിക്കൊരു കൊതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കോളേജിലും ഞാൻ പാർട്ട് ടൈമൊക്കെ ചെയ്ത് ഐഫോൺ എടുക്കാൻ നോക്കി. പക്ഷേ ഐഫോണിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കോളേജ് കഴിഞ്ഞു, ജോബ് കിട്ടി. അപ്പം തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഐഫോൺ. EMI ഇട്ട് തന്നെ ഒരു 50+ ഒക്കെ എടുത്തു. ഇതാകുമ്പോൾ അത്യാവശ്യം ബാറ്ററി ഉണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. സംഭവം നൈസാണ്. സംഭവം ഗൈസ് നൈസാണ്. ഒരു സൈഡ് ഫുള്ള് വെള്ളം, കിളികൾ, നൈസ്. ഒരു സൈഡ് ഫുള്ള് ड्राई. यार शाम अभी आईफोन कितने की? हाँ दांत में क्या लगा हुआ है? ये मेरा ये वाला है. हाँ ये वाला, ये मेरा बाहर आ रहा है, ऊपर वाला बाहर आ रहा है, नीचे वाला अंदर आ रहा है, तो ये बराबर नहीं है. हाँ, तो इसको बराबर करने के इसलिए वो बराबर करने के लिए वो क्लिप डाला है. हाँ दौड़ावीर जा रहा है. इसका वो जैसलमेर राजस्थान नहीं जा रहे? जैसलमेर नहीं है, हम लोग ये दूसरा एक ही है ना, एक ब्लू सिटी बोल रहा है, उसका नाम जयपुर. हाँ
हाँ हम लोग जयपुर गया था एक बार കൊച്ചു പിള്ളേരുടെ പോകണേ എന്തല്ലേ ഇതുവരെ ഇവര് ഫുഡ് കഴിച്ചില്ല എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം എടുത്തു കൊടുത്തു യുദ്ധം കഴിഞ്ഞു പോകുന്നു എടാ വേക്കേസി ചെയ്ത് നീ ഒരു പട്ട അടിച്ചു വാച്ച് എടാ പറ്റു നിന്നെ കൊണ്ട് പറ്റു മേക്കേസീൻ 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 അതല്ല ഈ പട്ട അടിച്ചു മാറ്റി അതാണ്ട് ഈ കണ്ണാടിയിൽ ഒട്ടിച്ചേക്കുന്ന പട്ട എടാ അത് മതി നമ്മൾ എന്തായാലും കൈറ്റ് ഫെസ്റ്റിവൽ അല്ലേ പോകുന്നത് അടിച്ചു മാറ്റി എടാ പറ്റൂ നിന്നെ കൊണ്ട് പറ്റൂ അത് മറ്റേ ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ചിട്ടാണ്. എടാ ഡബിൾ സൈഡൊന്നും നമുക്ക് വിഷയമല്ല. നൂല് മേടിക്കാം. എടാ ഒരെണ്ണത്തിന്റെ പൈസ പറഞ്ഞു കിട്ടിയില്ലേ? ശിവാനി മേക്കേസീൻ ഞാൻ പറഞ്ഞുതരാം. ഈ പട്ട അടിച്ചു മാറ്റി സുര നിന്നെ കൊണ്ട് പറ്റും. സുര മേക്കേസീൻ ഈ പട്ട അടിച്ചു മാറ്റി നമ്മൾ കൈറ്റ് ഫെസ്റ്റിനല്ലേ അടുത്ത പോകുന്നത്. ആണ്ട ഈ പട്ട ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചേക്കുന്നുണ്ടോ ഇതടിച്ചു മാറ്റി. അതാകുമ്പോ നമുക്ക് നൂല് മേടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. പട്ടം മേടിക്കുന്ന പൈസ ലാഭം. അതിരടി ലാഭം. എടാ നീ ഇങ്ങനെ പേടിച്ചിരിക്കല്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ ഇവിടെ ബാത്റൂമിൽ ഭയങ്കര തിരക്ക്. എവിടെ മൂത്രം ഒഴിക്കും എന്നാണ് അടുത്ത ടാസ്ക്. നമ്മളെവിടെ ഒഴിക്കും ഗൈസ്? ആരാ ഫുഡ് മേടിച്ച അത്ര പറ. ഇവനാ ഫുഡ് മേടിച്ചേ. ഇതൊക്കെ കണ്ടോണ്ട് മാത്രം ഇവ മേടിച്ചേ. എത്ര? 1320. മൂന്നിനും കൂടി 220. ഓ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഐക്യമുള്ള എടാ പാബജി നീ ഏതാ കട നോക്ക്. കട ഇത് എടാ ഈ ചുറ്റുവട്ടത്ത് ഇച്ചിരി വൃത്തിയും മെനയുള്ള ഒരു കടയുണ്ട്. അത് ഇതാ. അപ്പൊ അതനുസരിച്ച് അവര് വില കയറ്റും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലടാ. ആ പുളി തന്നെ. ഇവിടെ എത്ര? നമ്മുടെ ലോ ബഡ്ജറ്റ് കശ്മീരാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കാരണം അവിടെ ഫുള്ള് വൈറ്റാണ്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം വൈറ്റ് ഇത് സോൾട്ട് ഫുൾ ഉപ്പാണ്. പിന്നെ അവിടെ പോയിട്ട് ഞാൻ അവനെ കണ്ടു ഗൈസ്. ഇവനാണ് മറ്റേ ഡോംഗ്ലിയുടെ അനിയൻ. 7 അറിവിൽ മറ്റേ വരത്തില്ലേ അവൻ. താങ്ക് യു. കണ്ടോ ഗൈസ്, എനിക്ക് വേണ്ടി ഡോറൊക്കെ തുറന്നു തരും മേഘ. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓ അതല്ലേ ഇപ്പം അവള് പറഞ്ഞേ. എന്നെ നൈസായിട്ട് ഒഴിവാക്കി ഗൈസ്. ഇവര് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ വേണ്ടി എന്നെ ബാക്കിൽ വരാൻ ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞു ഗൈസ്. ഉച്ചമയക്കത്തിലെത്തി ഗൈസ്. ഇതിനി എന്തെങ്കിലും പറയുമോ എന്തോ ദൈവമേ. ഓ ഇവര് വേറെയാ ഗൈസ്. ഇത് റിവീൽ ചെയ്യാത്ത കപ്പിൾസ്. ഫൈനലി നമ്മൾ എത്തി ഗൈസ്. ഇവിടെ അടുത്ത സൈഡിൽ ഇതേപോലെ തന്നെ സാധനത്തില് പറ്റിയിട്ടില്ല. വെള്ളം പറ്റിയില്ലേ ഉപ്പ് വരത്തുള്ളൂ. ഇപ്പോഴും വെള്ളമാണ്. ഇവിടെ വണ്ടി നിർത്തണം കേട്ടോ. ഹലോ ഒട്ടഹ. ഗൈസ് ഹലോ ഒട്ടഹ. ഓക്കെ ഓ ആ തൊപ്പിയുടെ ആ സാധനം ഇപ്പുറത്തോട്ട് വന്നില്ലായിരുന്നെങ്കിൽ മാസായനെ. അമ്മച്ചിയോ എത്തി ഗൈസ്. ഇറങ്ങ് സമയമില്ല, പെട്ടെന്നാവട്ടെ.
എടാ എല്ലാം ഇട്ട് കഴിഞ്ഞോ? എടാ അതിൽ പവർ ബാങ്ക് ഒക്കെ ഉണ്ട്. പവർ ബാങ്ക് ഒക്കെ വേണ്ടി വരും, കാരണം ഇതിപ്പോ തീരും. വീഡിയോ എടുക്കുമല്ലേ. എടാ ഇതിനി ഒരുക്കൊക്കെ കഴിഞ്ഞ എപ്പോഴാ? ഒട്ടഹസ്യ ഏതാ മുതുക്ക് സാധനം ഒട്ടകം വന്നു. कुछ थोड़ा से മറ്റേ സാധനം. ഓ മൈ ഗോഡ്. ഇത്രയും ധൈര്യം ഞാൻ ചോൾസ് രാബരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആഹാ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഒട്ടക വണ്ടിയിൽ മ്യൂസിക് ഉണ്ട് ഗൈസ്, പക്ഷേ നല്ല നല്ല മ്യൂസിക് കേൾക്കുമ്പം തന്നെ കാതിന് നല്ല കുളിർമയേറുന്ന മ്യൂസിക്. ഒട്ടകത്തിനൊരു കോമ്പറ്റീഷൻ ആയിട്ടൊരു കുതിരയുണ്ട്, പുള്ളിയാണ് ഫാസ്റ്റർ. ഈക്കനാണ്, ടാറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. നോക്കൂ, ടാറ്റോ ഒക്കെ അടിച്ചോട്ടോ. വേണ്ട ഓ തീവ്രവാദി. ട്രെയിനുണ്ട് ഗൈസ്, കൊച്ചു പിള്ളേർക്ക് കഴപ്പ് കാണിക്കാൻ കൊച്ചു ട്രെയിൻ. പിന്നെ ഇതൊക്കെ ഓടിക്കുന്ന ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ. क्या हुआ? എത്ര? 3000 കിലോമീറ്റർ. ഇവിടെ മുതലാണ് റൺ ഓഫ് കച്ച് സ്റ്റാർട്ട് ആവുന്നത്. എന്ത്? നോ ക്യാമൽ സീറ്റ്. ഇതണിഞ്ഞ കുതിര നൃത്തമായിരുന്നു ശിവന്റെ മെയിൻ. പക്ഷേ ഒട്ടകമല്ലേ ഇത്, കുതിരയല്ലല്ലോ. സോറിടാ കുട്ടാ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എടാ ഇത് കണ്ടോ ശിവാനി? ഇത് കണ്ടോ? ചലങ്ക അടിച്ച കുതിര, ഒട്ടകം നൃത്തകം. പോക്കിമോൻ അല്ല, ഇത് ഡോറേമോൻ. പോക്കിമോൻ കാണുന്ന പോലെ അല്ലല്ലോ, നിന്റെ വയറ് നിറച്ച ബുദ്ധിയാ. പോക്കിമോൻ. എടാ ഇവിടെ എന്തോ കോൺസെർട്ട് പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ഇവിടെ വലിയ പരിപാടിയായിരുന്നു തോന്നുന്നു കേട്ടോ ഗൈസ്. നല്ല കിടില സ്റ്റേജ്, സംഭവം നല്ല സൗണ്ടൊക്കെ കൊണ്ട്. അല്ല, നമ്മൾ അന്ന് വന്നതിൻ്റെ ഒന്നും പരിപാടി കഴിഞ്ഞായിരുന്നു അല്ലടാ. പരിപാടി കഴിഞ്ഞിട്ട് ആ അപ്പൊ എന്നാ പിന്നെ നൈറ്റ് ഇന്ന് ഇവിടെ ആക്കാം അല്ലേ. നമ്മൾ പാവങ്ങളുടെ കശ്മീരിലേക്ക് ഇറങ്ങാം. ഇനി ഫുള്ള് മഞ്ഞാണ് ഗൈസ്. ബ്യൂട്ടി കോൺഷ്യസ് അല്ലേ? അപ്പോഴേ റിവീൽ ചെയ്യത്തുള്ളൂ ഇതൊക്കെ. എടാ അതെന്താന്നറിയോടാ, അത് കശ്മീർ, അത് മഞ്ഞ്, ഇത് ഉപ്പ്, ഇത് ഗുജറാത്ത്. വ്യത്യാസമുണ്ട്. എടാ അത് എഡിറ്റിങ്ങാ. നീ എഡിറ്റ് ചെയ്ത് തന്നാ കൊറേ അങ്ങോട്ട് പോവാം.
അന്ന് ഒരു കാശ്മീരത്തെ ഫോട്ടോ ഇടാനുണ്ടല്ലോ. അത് ഇതിൽ ഞാൻ ഇടും, ഇതിലെന്തായാലും ഇടും. അന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ കശ്മീർ പോയായിരുന്നു. സെൽഫി ഗാർഡന്റെ പോകുന്നതിന്റെ മുന്നേ ഒരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എടാ ഞാനത് പറഞ്ഞേ, പക്ഷെ യദുവിന് പറ്റത്തില്ല. യദു ഇപ്പൊ ഒരു 10 ഡിഗ്രിക്ക് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ യദുവിനെ എടുക്കാൻ ആള് വരണം. അതാ പ്രശ്നം. അതിപ്പോ എങ്ങനെ അവനെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല. യദുവിനെ വീഡിയോ കോൾ ചെയ്യാ. നീ എന്തിന്നാ ഈ പറയുന്നേ? ഞാൻ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ ഇതല്ല, ഇത് മഞ്ഞ് ഉണങ്ങിയിട്ടില്ല കഴിച്ചേ. മഞ്ഞല്ലോ, ഉപ്പ് വെള്ളം വെള്ളം താന്നിട്ടില്ല. ഗൈസ് കാല് ബാക്കിലോട്ടാക്കൂ ഗൈസ്. ശിവാനിക്ക് 3 വാക്ക് അറിയത്തില്ല. ജോർജ് തൊട്ട് ട്രൈ ചെയ്തേ. ആയിവാ നിനക്കുമില്ല. ആ ഉണ്ട് ഗൈസ്. അവന് സ്കിൽസ് ഉണ്ട്. കുതിരയൊക്കെ പോലെ വലിച്ചൊക്കെ ആക്ച്വലി നമ്മൾ നീങ്ങുന്നില്ല കേട്ടോ. പാരാഗ്ലൈഡി മറ്റേ മഞ്ഞിൽ ഇങ്ങനെ നിരങ്ങി നടക്കുന്നേ. ആരുടെ ഗൈസ്? അത് യങ് സീകളാണ്. +2 പഠിച്ചിട്ടില്ലേ യങ് സീകൾ? ഇത് ഫ്ലെമിംഗോ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് യങ് സീകളാണ്. ഇത് യങ് സീകളാണ്. ഇവിടെ വെള്ളമല്ലായിരുന്നോ? ഇത് പറ്റിയിട്ടല്ലേ ഉപ്പായത്. അപ്പൊ പിന്നെ എങ്ങനെ കാൽപ്പാട് വന്നു? വെള്ളം പറ്റുന്നവരെ യങ് സീകൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കാണും. എന്താണ് സൂചന ഇത്? വിഘ്നേഷ് നീ പറ. ഫ്ലെമിംഗോ ആയി. വിഘ്നേഷ് താങ്കൾ എന്ത് പറയും? ഇത് യങ് സീകളിന്റെ ആണോ ഫ്ലെമിംഗോ? യങ് സീകൾ മെജോറിറ്റി നോക്കിയാൽ മതി നീ. ഫ്ലെമിംഗോ 3. ഏതോ നീയോ? ചതിച്ച് എന്റെ ചെറുക്കം സീകളിന്റെ ആളാണ്. നീ മതിയടാ എനിക്ക്. ബൈ ആൾക്കൂട്ടത്തിന് ഇടയിൽ പോയി കഴിഞ്ഞാൽ പൊട്ടിയ പട്ട മൊത്തം നമ്മളെടുക്കും. നിനക്ക് കേറണ എടാ, നിനക്ക് കേറണാന്ന്. വിഘ്നേഷേ ഫണ്ടറൊക്കെ കാശെടുക്കടാ. ഇവനാ അത് ചെയ്യുന്നേ. ഇത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് ഇവനെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത്. ജോർജ് കിട്ടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അടുത്ത ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഉപ്പാണോ എന്ന് കൺഫേം ചെയ്യണം നമുക്ക്. OCB ഉള്ള കൊച്ചിനാണോ? നിങ്ങളിപ്പോ റൂം എടുത്ത് നിൽക്കല്ലേ, കുറച്ച് വാരിട്ട് പോ. ആണാണ് ഉപ്പാണ്. ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. വാവായിട്ടുണ്ട്. എടുത്തു വെച്ചോ, ആവശ്യം വരും. എന്റെ മോനെ ഏത് ലുക്ക് മതി. CD മൂസ് അത് തന്നെ. അവാർഡ് പടം കളിക്കാതെ നേരെ പെട്ടെന്ന് നടക്ക്. ഇത് മറ്റേ ചാന്ത് പട്ടിന്റെ അകത്ത് ദിലീപ് വെള്ളം ചാടുമല്ലോ ദിലീപ്. ശരിക്കും ഇവിടെ എടാ ഇത് കൂടുതൽ കുഴിഞ്ഞറാ ഗൈസ്. എടാ മുന്നോട്ട് എടാ ഗൈസ്. ഇത് എന്താ ഇതൊക്കെ? അടുത്തത് സ്ക്വിഡ് ഗെയിമിന്റെ പുതിയ ടാസ്ക് ആണ്. നമ്മൾ കുഴി വീഴാണ്ട് നടക്കണം. ബ്രേക്ക് ഡാൻസ്. ഉപ്പിന്റെ ക്വാളിറ്റി നോക്കാൻ വന്ന 2 കുട്ടികൾ.
എങ്ങനെ? സാധനം ക്യാമറയിലേക്ക് എറിയട്ടെ നീ ആ ആ എറിയട്ടെ ശരിക്കും ആ എറിഞ്ഞോ. എടേ സ്ക്വിഡ് ഗെയിം തീർന്ന് ഇനി മുമ്പിലോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചോ, വീഴത്തില്ല. ഇവിടെ കാണാൻ നല്ല രസം. ആരെ ലാവണ്യ ഗോപാൽ. എടാ എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ? എടാ നിനക്ക് വെയിറ്റ് കൊടുത്തതാണ് Shit. നമ്മള് അടുത്ത വെയിറ്റ് ഉള്ള കണ്ട ഇത് ആര്? നടക്കുമ്പോ അവളില്ല അതെ അതെ തീരെ ആവുന്നില്ല. ഇത്ര നേരം ജോർജ് കുട്ടി, താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അരിക്കില്ല എടുത്തോ. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് എന്റെ 100ഓളം സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞു ഉപ്പിന് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ. എന്റെ സബ്സ്ക്രൈബേഴ്സ് 100 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കൂലേ? ലാസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞു പറഞ്ഞല്ലേ, അങ്ങനെ പറഞ്ഞല്ലേ? പറയും മൈനമാരങ്ങനെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പോലത്തെ വരാ. ആ സൂപ്പർ 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 നന്നായിട്ടുണ്ട്. കണ്ടോ? നടന്നോ നടന്നോ. സ്നാപ്പ് കളി. ഓ മൈ ഗോഡ്, വിശാലമായ വ്യൂ. ഗദ്ദാമേലെ കാവ്യമാധവന്റെ അവസ്ഥയായി. ഗൈസ് ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയെന്ന്. ഇല്ല ഗൈസ്, എല്ലാവർക്കും അങ്ങനെ. ഇതൊക്കെ എന്റേതാ, ഇതൊക്കെ ഞാൻ. എന്താ ഇത്? അവരൊക്കെ നടക്കും, അവർക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ഉണങ്ങിയിട്ടില്ല. ജോർജ് കുട്ടിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ കുഴി ഉണ്ടാക്കി 1ാം റാങ്ക് കഴിച്ചേക്കുന്നത്. ജോർജ് കുട്ടിക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, ഒരു വട്ടം ഒരു പൊട്ടനാവാൻ പറ്റൂ. എടാ ഈ കോമ്പറ്റീഷനിൽ ജോർജ് കുട്ടി ആട്ടോ ജയിച്ചേ. ഏറ്റവും വലിയ കുഴി, ഏറ്റവും വലിയ കുഴി ഉണ്ടാക്കിയത് ജോർജ് കുട്ടിയാ. നോക്കിയേ, അടിപൊളിയാ. ഇനിയിപ്പോ ഇതെന്തിനാ? മുഖം തുടയ്ക്കാനല്ല പറഞ്ഞു. ആര് പറഞ്ഞു? തുടച്ചിട്ട് കാര്യമില്ല. എടാ അവൻ പറഞ്ഞത് ഈ കുറച്ച് ഉപ്പിട്ട് മുഖം തുടയ്ക്കാൻ, വെളുക്കുന്നെങ്കിൽ വെളുക്കട്ടെ എന്ന്. അടിപൊളി. എന്താ ഇത്? ആ അതെ, വൃത്തിയാക്കിയതാ. ഈ ഷൂ ഇറക്കിയവർക്ക് പോലും അറിയത്തില്ല ഈ ഡിസൈൻ. ചെക്കൻ മാസ് തന്നെ കസ്റ്റമൈസ് ചെയ്തല്ലയോ? ഇത് കുഴപ്പമില്ലടാ, കാറിലല്ലേ പോന്നെ, ആര് കാണാനെ? അതാണ് കുറച്ചുകൂടി വാരിക്കടി. എനിക്ക് കൊടുക്കണ്ടോ? നീ തുടക്കണം. എന്റെ മൂത്തുള്ളാലും പോവും. ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ല. ഐ മീൻ നാച്ചുറൽ. ഓ നാച്ചുറൽ ബ്യൂട്ടി തുടച്ചാ പോകുന്നു. ഓക്കെ ഓക്കെ. ഇതൊക്കെ നിങ്ങളുടെ സൂര്യ കണ്ടില്ലേ, ഒന്നും ഇടില്ല. അതെ, ഇറങ്ങാൻ എത്ര ലേറ്റ് ആയെന്ന് അറിയോ നിനക്ക്? കാറിൽ നിന്ന് ഇറങ്ങാൻ ഒന്നും ഇടാത്തോണ്ടാ. ഒന്നും മുടി ശരിയാക്കിയതല്ലോ, മസ്കാരി ഇട്ടായിരുന്നു. അത് കിട്ടോ? അടുത്ത ഇനി നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പൊട്ടിച്ചിട്ട പട്ടം എടുക്കണം. നമ്മളങ്ങനെ പൈസ കൊടുത്ത് പട്ടം മേടിച്ച് പറപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും പൊട്ടിച്ചിട്ട പട്ടം നമ്മൾ എടുക്കുന്നു. ഇവിടെ തന്നെ നൂലൊക്കെ ഉണ്ട് ഗൈസ്. സോ നൂലെടുക്കുന്നു, പട്ടത്തിൽ കെട്ടുന്നു, പറപ്പിക്കുന്നു. ആദ്യം നമ്മൾ പൊട്ടിയ പട്ടം കണ്ടുപിടിക്കണം. ഇതാണ് ഗൈസ് ബാക്ക് വ്യൂ.
അതെങ്ങനെ പറപ്പിക്കാൻ പറ്റുമോ? പിടിഞ്ഞോ? നീ പോയി എടുക്കുന്ന അതൊന്നും നീ എടുക്കാത്തത്. എടാ സൂര്യ പോയി എടുക്കോ? ഇല്ലടാ, അത് കൊറേ നേരം കൊണ്ട് പഴയതാ. മേക്ക് സീനായിരിക്കും. മേക്കേ സീനൊന്നും അല്ലേ. ഇത് നമ്മൾ എടുത്തിട്ടില്ല വലിക്കുന്നത്. അങ്ങനെ അവസാനത്തെ പട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും എനിക്കിപ്പോ ഇല്ല. തീർന്നു. പട്ടം പോയി, ഇനി പ്രതീക്ഷ വെക്കണ്ട. പോയി. രാത്രിയാണ് കഴിച്ചതിന്റെ ഭംഗി. രാത്രിയായപ്പോ ഫുള്ള് കളറായി. ഓക്കെ, സംഭവം ഇപ്പോഴാണ് വൈബ്. ഈ സംഭവം രാത്രിയാണ് കിട്ടില്ല. രാത്രിയാണ് ഇവിടെ കളറായിട്ടുള്ളത്. പകല് നമുക്ക് വരുമ്പോൾ വൈറ്റ് ഡെസേർട്ട്, വൈറ്റ് ഫുള്ളായിട്ട് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ രാത്രി ഫുള്ള് ലൈറ്റും കാര്യങ്ങളും, ഒട്ടക വണ്ടിയിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്, DJ സിസ്റ്റമൊക്കെ ഉണ്ട് ഗൈസ്. പാട്ട് പക്ഷേ ഇവരുടെ പാട്ടാന്നേ ഉള്ളൂ. പാട്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒട്ടകത്തിൽ കയറുന്നതിന് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഞാനൊരു വട്ടം ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇപ്പോൾ രണ്ടാമത്തെ വട്ടോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം. രാത്രിയായി, ഇപ്പോൾ സമയം 7:21. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം വെജാണ്, ഞാൻ നോൺ വെജാണേ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഫുഡൊന്നുമില്ല, അത് ഉണ്ടാക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ആദ്യം നമ്മളൊരു ഫുഡിൻ്റെ സ്പോട്ട് കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം, വണ്ടി കിടന്ന് ഉറങ്ങണം. 2-3 മണിക്കൂറുണ്ട് ഇനി തിരിച്ച് യാത്ര വണ്ടിയിൽ. ഒരു DJ പരിപാടി നടക്കുന്നുണ്ട്, ഒരു ചെറിയ കോൺസേർട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ, കച്ചിൻ്റെ വൈറ്റ് ഡെസേർട്ടിൽ തന്നെ നമ്മൾ സ്റ്റേജൊക്കെ കിട്ടി ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. നമുക്ക് കയറുന്നതിന് പാസ് വേണം, പക്ഷേ വെളിയിൽ നിന്ന് കാണുന്നതിന് പാസ് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പുറത്ത് നിന്നിട്ടുള്ള അത് കാണാം. ഗൈസ്, അടുത്ത നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കുന്നതാണ് അടുത്ത ടാസ്ക്. ദൈവമേ, ഇവിടെയൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, ഉറപ്പാ. ഒന്നാമതേ ഫോണിൽ റേഞ്ച് കിട്ടത്തില്ല, ഇവിടെ ടവർ ഇല്ലാത്തതുകൊണ്ട് റേഞ്ച് ഇല്ല. പിന്നെ ഓരോരുത്തരുടെ ഡ്രസ്സിന്റെ കളറും ഇതൊക്കെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കും. സംഭവം ഇപ്പോഴാണ് പോപ്കോൺ. Hi guys, pani puri, bel puri, masal puri. Hi guys, വൈബേഷ്. ഇതൊക്കെയാണ് guys ഇവിടുത്തെ പാട്ട്. കിടക്കുന്നവൻ ചാടി എണീറ്റ് അടിക്കുന്ന രീതിയിലുള്ള പാട്ട്. ഇത് നമ്മുടെ അവിടെയൊക്കെ വരും, പക്ഷെ ഹിന്ദിയാണ് ഇതിൽ, നമ്മളവിടെ ഹിന്ദി. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ തൊലഞ്ചു പോയെന്നാണ്. വണ്ടി കാണുന്നില്ല, അവര് നോക്കുന്നെങ്കിൽ എനിക്കൊരു മൈലുമില്ല, കാരണം ഞാൻ വ്ളോഗറാണ്. അപ്പോൾ ഇനി വണ്ടി ഇവിടെ नहीं है
ഓക്കെ ഗൈസ്, ഇനി നമ്മൾ വണ്ടി കണ്ടുപിടിക്കണം. അമ്മര ഗാഡി ഇവിടെ ഒന്നും ഗാഡി ഇല്ല ഗൈസ്. അതെന്താ സാർ? എടാ അത് ഓൾറെഡി ഞാൻ എൻ്റെ പഴയ വ്ളോഗിൽ ചെയ്ത് ഗൈസ്. യഥാർത്ഥത്തിൽ നമ്മുടെ വണ്ടി കാണുന്നില്ല ഗൈസ്. ദൈവമേ, ഇനി നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോമീറ്റർ കടക്കുക. നടന്നാലൊന്നും എത്തത്തില്ല ഇനി. ദൈവമേ, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി എവിടാ? അല്ല, ആള് പറഞ്ഞ റൈറ്റ് സൈഡ് ഉണ്ടെന്നാ. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് ഇത്, അവിടെ നിൽക്കുമ്പോൾ ആളുടെ റൈറ്റ് സൈഡ് അപ്പുറമാ. ബസ്സിലെ കാണാൻ വന്നാൽ മതി, അതാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നു ബസ്. നമ്മൾ തൊലഞ്ഞു പോകും. തൊലഞ്ച് പോയെന്നാ തോന്നുന്നേ. ദേണ്ട ഒരു ഇനോവ. എടാ ദോണ്ട ഒരു ഇനോവ. നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, അവര് രണ്ടുപേരാടാ. ഗൈസ്, നമ്മൾ ശരിക്കും തൊലഞ്ച് ഗൈസ്. എടാ ഈ ഇനോവയാണോ? ഇതൊന്നല്ല മൈര. ഇതല്ല. ആ ദേണ്ട സൂര്യ ചെയ്തു. അവർക്ക് അറിയില്ല. എടാ അയാള് പറഞ്ഞ വണ്ടി ഇതുകൊണ്ട് അറ്റത്തൊരു ഇനോവ ഉണ്ട്, അവിടെ നോക്കാം. ശരിക്കും തൊലഞ്ച് പോയി. എടാ ദാണ്ടാ ഇതോ ദേണ്ട് തോണ്ട്. ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതന്നെ ടാക്സി. എടാ അതാണെങ്കിൽ അത് ടാക്സി. ടാക്സി അല്ലേ? യെസ് ഗൈസ്, ഫൈനലി വി ഫൗണ്ട് ഇറ്റ്. നോക്കൂ, അതാ നമ്മുടെ ഇനോവ. അതെ അതെ. യെസ് ഗൈസ്, ഫൈനലി നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ. യെസ് ഗൈസ്, ഓക്കെ ഗൈസ്. ഗൈസ്, ഞങ്ങളാണ് ആദ്യം കണ്ടുപിടിച്ചത്. സമ്മാനം നമുക്ക് തന്നെ തരണം, എന്ത് സമ്മാനം ആയാലും. ശരിയല്ല, സ്ഥലം മാറി. ഇനിയും ഉടനെ അടുത്തൊരു ട്രിപ്പ് പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതിലും നല്ല കാര്യങ്ങളും നല്ല കണ്ടന്റും സംഭവങ്ങളൊക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ ഗൈസ്. ബാക്കി എല്ലാവരും റിസൈൻ ഇട്ടേക്കുക, അവരൊന്നും കാണത്തില്ല. ഞാൻ ഒറ്റയ്ക്കായിരിക്കും, സോളോ ട്രിപ്പായിരിക്കും. അപ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.